127 സങ്കീർത്തനം പറയുന്നു, മക്കൾ ദൈവത്തിന്റെ ദാനവും ഉദരബലം ഒരു സമ്മാനവും ആണെന്ന്. ദൈവം നമ്മളെ നോൽക്കാൻ ഏൽപ്പിച്ചതാണ് നമ്മുടെ മക്കളെ. ആ മക്കളെ ആ ദൈവകരങ്ങളിൽ തന്നെ തിരിച്ചേൽപ്പിക്കുമ്പോഴാണ് ദൈവത്തോടുള്ള നമ്മുടെ ഉത്തരവാദിത്വം പൂർത്തീകരിക്കപ്പെടുന്നത്. സ്വർഗം പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച യേശുവിനെ 8-ാം ദിവസം ദേവാലയത്തിലേക്ക് കൊണ്ടുപോയി സമർപ്പിക്കുകയായിരുന്നു. 12-ാമത്തെ വയസ്സിൽ ആകുലതയോടെ ദേവാലയത്തിൽ വെച്ച് പുത്രനെ കണ്ടുമുട്ടി കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ എൻ്റെ പിതാവിന്റെ കാര്യത്തിൽ വ്യാപൃതനാണെന്ന് യേശു അമ്മയോട് പറയുമ്പോഴും ഇതെല്ലാം ഉള്ളിൽ സ്വീകരിച്ച് ഹൃദയത്തിൽ സൂക്ഷിച്ച് ആ മകനെ സ്വർഗത്തിനു വേണ്ടി ഒരുക്കിയെടുക്കുകയായിരുന്നു. പിന്നീട് കാണുന്നത് 33-ാമത്തെ വയസ്സിലെ പിലാത്തോസിന്റെ ഭവനം മുതൽ കാൽവരി മല വരെയും അതിദാരുണമായി തല്ലി തകർക്കപ്പെട്ടപ്പോഴും പീഡിപ്പിക്കപ്പെട്ടപ്പോഴും കുരിശിൽ തറച്ച് കൊന്നപ്പോഴും കൺമുമ്പിൽ വെച്ച് അമ്മയുടെ മകൻ പിടഞ്ഞു മരിക്കുന്നത് കണ്ടപ്പോഴും അമ്മ പതറിപ്പോകാതിരുന്നത് സ്വർഗം ഏൽപ്പിച്ച മകനെ സ്വർഗത്തിന് തന്നെ തിരിച്ചേൽപ്പിക്കാനായിരുന്നു. നമ്മുടെ മക്കളെ ഓർത്ത് നിന്ന് നമ്മൾ കരയുന്നുവെങ്കിൽ, നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് നമ്മൾ പതറിപ്പോകുന്നുവെങ്കിൽ, നമ്മുടെ ഉത്തരവാദിത്തം മറന്നുപോയത് കൊണ്ടാണ്, നമ്മളിലെ ബോധ്യം നഷ്ടപ്പെട്ടത് പോയത് കൊണ്ടാണ്. മക്കൾ നമ്മുടേതല്ല, നമ്മളെ തിരിച്ചേൽപ്പിക്കേണ്ടതാണ്. അവരെ ദൈവത്തിനു വേണ്ടി വളർത്തി സ്വർഗത്തിനു വേണ്ടി ഒരുക്കുക. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിറകണ്ണുകളോടുകൂടി നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആത്മാക്കളെ സംരക്ഷിച്ച് സ്വർഗത്തിനു വേണ്ടി ഒരുക്കുക എന്നുള്ളത് നമ്മുടെ റോള്. പരിശുദ്ധ മറിയം വഴി ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ.